അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് അമൽ റോയി. ഞാൻ ഇടുക്കി ജില്ലയിലെ പടമുഖം ഫൊറോയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ കൃപാസനത്തിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുകയുണ്ടായി. ആ പ്രചോദനത്താലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഏപ്രിൽ 10, 2024 ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാൾട്ട എന്ന രാജ്യത്തേക്ക് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ വർക്കിൻ്റെ ലാഗ് കാരണം അത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ മാൾട്ടയ്ക്ക് ആണ് വെച്ചത്. അപ്പോൾ ഞാൻ അത് വെച്ച് ഏപ്രിൽ 10 ഉടമ്പടി എടുത്ത് 3 മാസത്തെ 90 ദിവസത്തെ എൻ്റെ ഉടമ്പടി മനോഹരമായിട്ട് തന്നെ ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എൻ്റെ പേപ്പർ വർക്ക് ലാഗ് അടിച്ചു തന്നെ നിൽക്കുമായിരുന്നു. അതിനൊരു വ്യത്യാസം ഉണ്ടായില്ല. ഏകദേശം എൻ്റെ ഉടമ്പടി കഴിഞ്ഞ് സെപ്റ്റംബർ 24 ആയിരുന്നു എനിക്ക് പെർമിറ്റ് വരുന്നത്. നവംബർ 1 ഞാൻ വിസയ്ക്ക് വയ്ക്കുന്നത്. ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു, പിന്നെ ഞാൻ ഉടമ്പടി എടുത്തില്ല. 90 ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിസയൊക്കെ വെച്ച് വിസ വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു ധാരണയാണ് നിന്നത്. പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല. ഡിസംബർ 10 എനിക്ക് വിസ റിജക്ഷൻ വന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോടും അവർ കുടുംബക്കാരോടൊക്കെ പറഞ്ഞു തന്ന എൻ്റെ വിസ എനിക്ക് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിഷമമായി. കാരണം ആത്മീയമായിട്ട് ഞാൻ ഒട്ടും പുറകിലല്ലാണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ കൃപാസനത്തിൽ വന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ എന്നും ജോമാലയൊക്കെ ചെല്ലുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല. പക്ഷേ അമ്മ എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ല എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം കഴിഞ്ഞ് പിറ്റേ വർഷം 2025 ജനുവരി 1 ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതെൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കലായിരുന്നു. ആ ഉടമ്പടിയിൽ ഞാൻ വളരെ ഉഴപ്പായിരുന്നു. ആദ്യത്തെ 1 മാസം ഞാൻ നന്നായിട്ട് കൊണ്ടുപോയെങ്കിലും പിന്നീട് എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. നന്നായിട്ട് ഞാൻ ഉഴപ്പി. പിന്നെ ആ മാസത്തിൽ തന്നെ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഉടമ്പടി നിൽക്കുമ്പോൾ തന്നെ ഞാൻ സൗദിയിലേക്ക് ഒരു പേപ്പർ വർക്കും ചെയ്തു. ഞാൻ നേഴ്സാണ്, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സൗദിയിലേക്കുള്ള പേപ്പർ വർക്ക് ചെയ്തപ്പോഴത്തേക്കും പേപ്പർ വർക്കെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അവസാന ഘട്ടത്തിൽ വിസയ്ക്ക് വയ്ക്കുന്നതിന് മുമ്പ് മെഡിക്കൽ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ മെഡിക്കൽ ചെയ്യാനായിട്ട് ഞാൻ മാർച്ച് മാസത്തിൽ ഡേറ്റ് എടുത്തു. മെഡിക്കൽ ചെയ്തു. അന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ മെഡിക്കൽ റിജക്റ്റായി. എനിക്ക് കാൽസിഫിക്കേഷൻ എന്നൊരു സംഭവം കൊണ്ടാണ് ഞാൻ റിജക്റ്റ് ആയത്. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ ബാംഗ്ലൂരാണ് മെഡിക്കൽ ചെയ്തത്. പിന്നെ അടുത്ത മാസം 1 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത മെഡിക്കൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. പക്ഷേ ഭയങ്കര ഉഴപ്പായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ തോൽവി മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. തോൽവിയെ മാത്രമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥന കുറവായിരുന്നു. എന്നാലും ഞാൻ മാതാവിലുള്ള വിശ്വാസം കുറഞ്ഞില്ല. ഞാനങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞാൻ കൊച്ചിയിൽ വെച്ച് മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം മെഡിക്കൽ പോയി ചെയ്തു. അന്ന് അതിൻ്റെ റിസൾട്ട് വന്നു. അന്നും ഞാൻ ഫെയിലായി. അങ്ങനെ എനിക്ക് മാൾട്ടയ്ക്ക് റിജക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് സൗദിക്ക് റിജക്ഷൻ കിട്ടി. അങ്ങനെ മൊത്തത്തിൽ പരാജയപ്പെട്ട് താഴെ നിന്ന സമയത്ത് ഞാൻ ഏപ്രിലിൽ വീണ്ടും ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിലും ഞാൻ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. അച്ഛൻ എപ്പോഴും ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഉടമ്പടി എടുക്കുകയാണെങ്കിൽ ഉടമ്പടിയിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും. പണി മേടിച്ച് വെക്കരുതെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. പണി മേടിച്ച് കിട്ടുമെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉഴപ്പിയതിനുള്ള പണി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ അപ്പൻ്റെ മുന്നിൽ, അമ്മയുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് നാണം കേട്ടു. കാരണം ഞാൻ മാൾട്ടയിലേക്ക് വെച്ചതും അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എല്ലാവരും പറയുമായിരുന്നു. എൻ്റെ മനസ്സിലൊരു കാര്യം ഇരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മുന്നിൽ നാണം കേട്ടു. അങ്ങനെ എന്നൊരവസ്ഥയിൽ ഞാൻ വീണ്ടും എനിക്ക് ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഏപ്രിലെടുത്ത ഉടമ്പടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ജൂൺ മാസത്തിൽ ഉടമ്പടി കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വന്നു മാൾട്ടയിലേക്കുള്ള വേറൊരു ഏജൻസി വഴി. ആ ഏജൻസിയിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. അതേ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ വഴി തന്നെ എനിക്ക് ദുബായിലേക്ക് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. ഓൾറെഡി സൗദിക്കുള്ള പേപ്പർ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ദുബായിലേക്ക് പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് അധികം താമസം വന്നില്ല. അപ്പോൾ ആ സൗദിയുടെ പേപ്പർ വർക്ക് തന്നെ വെച്ച് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ദുബായിലേക്ക് കയറിപ്പോയി. ഏകദേശം 9 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ എനിക്കവിടെ അധികം നാൾ നിൽക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ മനസ്സിലെപ്പോഴും യൂറോപ്പ് എന്നൊരു സ്വപ്നം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കൃപാസനത്തിൽ വരാനുള്ള മെയിൻ കാരണം അത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ദുബായിൽ പോയി. അവിടുത്തെ ജോലിഭാരവും അവിടുത്തെ ഒറ്റപ്പെടലും എന്നെ വളരെ തളർത്തി. ഞാനങ്ങനെ ഏകദേശം 2026 ഏപ്രിൽ 9 ഞാൻ തിരിച്ച് നാട്ടിലെത്തി. അങ്ങനെ 2026 ഏപ്രിൽ 13 ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന്. പക്ഷേ 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടും അച്ഛനെപ്പോഴും ധ്യാനത്തിൽ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്,
4 ഉടമ്പടി പുതുക്കിയിട്ടും ലഭിക്കാത്തവർ അത്രയ്ക്കും മോശമായിട്ടുള്ള ഉഴപ്പി ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് കിട്ടാത്തതെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധമേ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ എല്ലായിടത്തും തോറ്റുപോയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സത്യം പറയട്ടെ, ഞാൻ ഏപ്രിൽ 13-ാം തീയതി ഉടമ്പടി ഞാൻ വളരെ മാന്യമായ രീതിയിൽ കൊണ്ടുപോയി 90 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആ ഉടമ്പടി തന്നെയാണ് ഉള്ളത്. ഞാൻ അങ്ങനെ ഏപ്രിലിൽ തന്നെ 23-ാം തീയതി 2026 ഞാൻ വിസയ്ക്ക് വെച്ചു. മാൾട്ടയ്ക്ക് വയ്ക്കുന്ന ആ സമയത്ത്, വിസയ്ക്ക് വയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിസ റിജക്ഷൻ കിട്ടുന്ന ടൈമിലാണ് ഞാൻ വിസയ്ക്ക് വയ്ക്കുന്നത്. വിസ ഇൻ്റർവ്യൂ ഉള്ള ആൾക്കാർക്ക് വിസ റിജക്ഷൻ ഉറപ്പാണ്, മസ്റ്റായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മകനാണ് ഞാനെങ്കിൽ 2026 ഏപ്രിൽ 23-ാം തീയതി വിസയ്ക്ക് വയ്ക്കുന്ന എനിക്ക് വിസ ഇൻ്റർവ്യൂ ഇല്ലാണ്ട് വിസ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ കൂടെ 3 പേര് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാർ, അവർ എൻ്റെ കൂടെ വിസയ്ക്ക് വെച്ച് മെയ് 26-ാം തീയതി അവർക്ക് വിസ വന്നു. പക്ഷേ അവരുടെ കൂടെ വെച്ച് എനിക്ക് മാത്രം വിസ വന്നില്ല. അതെന്നെ ഭയങ്കരമായിട്ടും തളർത്തി. പക്ഷേ ഞാൻ തളർന്നെങ്കിലും ഞാൻ പ്രാർത്ഥന കുറച്ചില്ല. അങ്ങനെ ജൂണിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജൂണിൽ തന്നെ ജൂൺ 19-ാം തീയതി എനിക്ക് വിസ കിട്ടി. 2024 മുതൽ 2026 വരെ 2.5 വർഷത്തെ കാലയളവിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ സംഭവം ഞാൻ ജൂൺ 26-ാം തീയതി നേടിയെടുത്തു. അതാണ് എൻ്റെ ഈ കൃപാസന ഏറ്റവും വലിയ സാക്ഷ്യം. എനിക്ക് എപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു, യൂത്തിൻ്റെ ഇടയിലുള്ള ഒരാളെന്ന നിലയ്ക്ക് ഏറ്റവും വലിയ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതാണ് എൻ്റെ ഈ മാൾട്ടയിലേക്കുള്ള വിസ കിട്ടിയതിൻ്റെ അതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മാൾട്ടയിലേക്കുള്ള വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്ഥലം വിൽപ്പം നടക്കണം എന്നൊരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സ്ഥലം വിറ്റാലേ എനിക്ക് മാൾട്ടയിലേക്ക് പോകാനുള്ള ഏജൻസി ഫീസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ, വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സ്ഥല വിൽപ്പന നടന്നാൽ മാത്രമാണ് വിസ കിട്ടിയാലും കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഫലമായി 30 ആൾക്കാർ വീട് വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ വന്ന സമയത്ത് 30 ആൾക്കാർ വന്ന് കണ്ടിട്ട് ഏപ്രിൽ 13-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി എൻ്റെ വീടിൻ്റെ 4 ചുവരിൽ ഞാൻ കൊണ്ടുപോയിട്ടു. 4 ചുവരിൽ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ചൊല്ലിയിട്ടു. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടിട്ട് ഞാൻ ചൊല്ലി എൻ്റെ 2-ാമത്തെ ആഴ്ച ഞാൻ മണ്ണ് കൊണ്ടുപോയിട്ട് 14-ാം തീയതി മണ്ണ് കൊണ്ടുപോയിട്ടു. അതിൻ്റെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലവിൽപ്പന, ഞങ്ങൾ ആഗ്രഹിച്ച പൈസയ്ക്ക് തന്നെ ഞങ്ങളുടെ സ്ഥലവിൽപ്പന നടന്നു. അതാണ് എൻ്റെ 2-ാമത്തെ സാക്ഷ്യം. അതുപോലെ ആത്മീയമായ രീതിയിൽ ഞാൻ വളരുക എന്ന് പറഞ്ഞാൽ, ഞാൻ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജപമാല ചെല്ലുമായിരുന്നു. പക്ഷേ ഡെയിലി ചെല്ലുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ പല ടൈമിലാണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ യൂത്ത് ആയതുകൊണ്ടും എന്നെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വെച്ച് ഞാൻ 2024 ഏപ്രിൽ 10-ാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഇന്നിപ്പം ഈ ജൂലൈ മാസം വരെ ഞാൻ ഇതുവരെ ഒരു ജപമാല പോലും മുടക്കിയിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു. അത്രയ്ക്കും നല്ലൊരു കൃപ പരിശുദ്ധ അമ്മ വഴി എനിക്ക് തിരുക്കുമാരൻ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്കപ്പം ജപമാലയിലൂടെ കൂടുതലായിട്ട് സംബന്ധിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ സത്യക്രിസ്ത്യാനി ആയതുകൊണ്ടും കുമ്പസാരം എന്ന കൂദാശ എന്താണെന്ന് ആദ്യം ഞാൻ സ്വീകരിക്കുന്ന സമയത്ത് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ കുമ്പസാരം എന്ന കൂദാശ ഞാൻ നേരത്തെ കൃപാസന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ 3 മാസം കൂടുമ്പം 2 തവണ അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം 1 മാസത്തിൽ 3 തവണയെങ്കിലും കുമ്പസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴി കൃപ നൽകി ഞാൻ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്. ആ പേജിൽ കൂടെ പരിശുദ്ധ അമ്മയുടെ വീഡിയോസുകൾ ഒരുപാട് ചെയ്യുകയും അതിലൂടെ ഒരുപാട് ആൾക്കാർ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സഹായം പ്രാർത്ഥിക്കാൻ പറ്റുകയും അതുപോലെ തന്നെ ഒരുപാട് പേര് കൃപാസനത്തെക്കുറിച്ച് ചോദിക്കുകയും ആ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിച്ചാലും ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. പരിശുദ്ധ അമ്മ എന്ന കൃപയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചു. പത്രം കൊടുക്കുന്ന സമയത്ത് കൃപാസന പത്രം ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പത്രം കൊടുക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓരോരുത്തർ ആൾക്കാരുടെ ഇടയിലേക്കും പുച്ഛത്തോടെയുള്ള നോട്ടം, ഒരുപാട് ആൾക്കാരെ മുന്നിൽ പോയിട്ട് ഞാൻ പുച്ഛത്തോടെ നോട്ടത്തിൽ ഞാൻ നാണം കെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും പ്രായമായിട്ട് നീയൊക്കെ പത്രം കൊടുത്ത് നടക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയ്ക്കും നാണം കെട്ടിച്ചിട്ടും പരിശുദ്ധ അമ്മയ്ക്കും കർത്താവായ ഈശോയ്ക്കും വേണ്ടിയിട്ട് എനിക്ക് ആ പത്രം കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ബാംഗ്ലൂരിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എൻ്റെ 2ാമത്തെ പുതുക്കൽ ഉടമ്പടിയുടെ സമയത്ത് ഞാൻ കർണാടക പത്രം മേടിച്ചു പോയി. കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ വളരെ കുറവുള്ള സ്ഥലമാണ്. കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മതക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ വേറെ മതക്കാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് എനിക്ക് ഈ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ 2ാമത്തെ ഉടമ്പടിയിലെ എല്ലാ പത്രവും എനിക്ക് എത്ര പത്രം കിട്ടുമെന്ന് എനിക്ക് ഓർമ്മയില്ല. 30ഓളം പത്രം എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്.
ആ പത്രം മുഴുവൻ ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അവിടെ ബാംഗ്ലൂർ കൊണ്ടുപോയി എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിലാണെങ്കിലും എല്ലാ ദിവസത്തെ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കൂടുമായിരുന്നു, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, അതുപോലെ തന്നെ ജപമാല ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചത്തെ പോലും ധ്യാനം ഞാൻ മുടക്കത്തില്ലായിരുന്നു. ചൊവ്വാഴ്ചത്തെ ധ്യാനം എനിക്ക് ചൊവ്വാഴ്ച തന്നെ കൂടാൻ സാധിക്കത്തില്ലായിരുന്നു, കാരണം എനിക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൂടണമായിരുന്നു. അപ്പോൾ ഞാൻ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ, ആ ആഴ്ചത്തെ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അതിന് വേണ്ടി ടൈം മാറ്റി വെച്ച് ആ ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ഈ 2024 തൊട്ട് 26 വർഷക്കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു. കാരണം നമ്മുടെ വിശ്വാസം കുറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു. ആദ്യത്തെ കുറേ പരീക്ഷണങ്ങൾ ഞാൻ തോറ്റു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി പരീക്ഷണങ്ങൾ നമ്മൾ വിജയിപ്പിക്കുന്നുള്ളത് എൻ്റെ കൃപാസന മാതാവ് എനിക്ക് ആ ഒരു ഉണർവ് എനിക്ക് തന്നു, എനിക്കതിൻ്റെ ആൻസർ തന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് വിസ വന്ന സമയത്ത്, വിസ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ 2 അക്ക നമ്പർ എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ 2 അക്ക നമ്പറിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ജൂലൈ അവസാനം നിനക്ക് വിസ വരും, ഒരു 2 അക്ക നമ്പറും വരുമായിരുന്നു. അപ്പോൾ 2 അക്ക നമ്പർ എന്താണെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ട സമയത്ത് എനിക്ക് വിസ വന്ന സമയത്ത് 29ാമത്തെ പേജിലാണ് എൻ്റെ വിസ കിട്ടിയത്. അപ്പോൾ ആ 2 അക്ക നമ്പർ എന്നെ മാതാവ് തോന്നിപ്പിച്ചത് എനിക്ക് ആ വിസ വരുന്ന നമ്പറായിരുന്നു. അതിൽ ജൂലൈ അവസാനം ഞാൻ പോകുമെന്ന് പറഞ്ഞു. ജൂലൈ അവസാനം ഞാൻ പോകാനായിട്ട് എൻ്റെ പേപ്പർ വർക്കെല്ലാം ഏകദേശം കഴിയാനായി. ഈ ആഴ്ച ഒരു ക്ലാസ്സോട് കൂടി കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. ഈ ആഴ്ച അവസാനം എനിക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധമ്മ എന്നെ തോന്നിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം പരിശുദ്ധമ്മേനെ ഞാൻ വിശ്വസിച്ചു, തിരുക്കുമാരനെ ഞാൻ വിശ്വസിച്ചു, എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. താങ്ക് യു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. പൗലോസ്ലീഹായുടെ മാനസാന്തര സമയത്ത് അനനീയാസിനോട് ഈശോ ചെയ്ത അരുളപ്പാടാണത്. നീ പോവുക, അവന് അഭിഷേകം നൽകുക എന്ന് അനനീയാസിനോട് പൗലോസിനെ കുറിച്ച് പറയുന്നതാണ്. അമൽ റോയ് എന്ന ഈ മകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള നിയോഗമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ പെട്ടെന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ, പെട്ടെന്ന് സാധിക്കണമെങ്കിൽ ഒരൊറ്റ വരി പ്രാർത്ഥനയേ ഉള്ളൂ, അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആ നിയോഗം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ്, വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് അമൽ റോയ് എന്നിവിടെ സാക്ഷ്യം പറയുന്നത്. 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത് മാൾട്ട വിസ ലഭിക്കണം എന്നുള്ളതായിരുന്നു. അതിലൂടെ 2.5 വർഷക്കാലം ഈ മകൻ കടന്നുപോയ എല്ലാ സംഘർഷങ്ങളെയും കുറിച്ച് മകൻ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഒരുങ്ങുന്നത് ഒരു വലിയ തീരുമാനമാണ്. വിഷയമല്ല പ്രധാനം, ദൈവമാണ് എൻ്റെ വിഷയം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ തിരുവുത്താനത്തിൻ്റെ കല്ലറയിൽ നിന്ന് എമ്മാവൂസ് വരെ പോയ ശിഷ്യന്മാർ കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ എത്രയോ അകന്നുപോയി എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ചു. നമുക്ക് തിരിച്ചു നടക്കേണ്ട സമയമായി, കണ്ണു തുറക്കേണ്ട സമയമായി എന്നെല്ലാമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നാം ലാഗ് ചെയ്യുമ്പോൾ, നമുക്ക് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കെല്ലാം ലഭിച്ചു, എനിക്ക് മാത്രം ലഭിച്ചില്ല എന്ന സങ്കടകാലത്ത് നാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണതെല്ലാം. ഈശോ എന്നെ കൈവിടില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമുക്ക് ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയുന്നതാണ് നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട കുഞ്ഞാട്, ധൂർത്തുപുത്രൻ. ഈശോ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, കഥകൾ, പാരബിൾസ് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഈ മകനെ ഇന്ന് വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്ന മകന് യൂട്യൂബിൽ, ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുവാനും അത് ഈശോയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും അതിലൂടെ ഒരുപാട് മക്കൾ വിശ്വാസത്തിലേക്ക് വരുവാനും അവർക്കെല്ലാം ഒരു അകമഴിഞ്ഞ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുവാനുള്ള വലിയ കൃപ ലഭിച്ചതിൻ്റെ അഭിഷേകത്തോടെയാണ് നീ മകനോടെ നിൽക്കുന്നത്. അമൽ റോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, ഈ വിസ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളുടെയും, സ്ഥലവിൽപ്പനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും ഈ മകൻ പറയുകയുണ്ടായി. ഞാനിവിടെ നിന്ന് 2.5 വർഷക്കാലം ഞാൻ 30 പേർ വന്ന് കണ്ടുപോയ ആ സ്ഥലം ഞാൻ 2.5 വർഷമായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. 2 ആഴ്ച കൊണ്ട് ഞാനിവിടെ നിന്ന് വിശുദ്ധ മണ്ണ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത് സാധിച്ചു എന്ന് പറഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിത പ്രതിസന്ധികളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.